അപ്പോൾ ഇവർ പറഞ്ഞ് ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം തന്നെ അയാളെ ബാങ്കിൽ വിളിച്ച് പറഞ്ഞ് ഇവരൊരു 5 മണിയായപ്പോഴത്തേക്ക് ഒരു സ്ലേറ്റും പെൻസിലും ഒക്കെ ഇട്ട് വന്ന് ഗോപാലകൃഷ്ണനും വന്ന് അത് കഴിഞ്ഞ് മോനെ കുളിപ്പിച്ച് കൊണ്ടുവന്ന് ഗോപാലകൃഷ്ണൻ മടിയിലിരുത്തി അക്ഷരം എഴുതിച്ച്. അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് ഹരിശ്രീ ഗണപതയെ നമഃന്ന് അവർ അയാളെ എഴുതിച്ചപ്പോൾ എൻ്റെ ഹസ്ബൻഡ് മോനെ കൊണ്ട് തിരികെ ഓം ഗുരുവേ നമഃന്ന് അതും എഴുതിച്ചു. അത് കഴിഞ്ഞ് പിന്നെ പഠിപ്പിക്കാൻ തുടങ്ങി. അക്ഷരങ്ങൾ ഇങ്ങനെ വരും. അപ്പോൾ പിന്നെ വായിക്കാനൊക്കെ ഓരോ അക്ഷരങ്ങൾ കൂട്ടി അങ്ങനെ മോൻ മലയാളം ഒരു 2 വയസ്സുമാരൊക്കെ വായിച്ചു തുടങ്ങി. പുസ്തകം ഒന്ന് വായിച്ചു കൊടുത്താൽ മതി. നമ്മൾ ചിത്രകഥകളാണ് അന്ന് കൂടുതലും. അപ്പോൾ അത് വായിച്ചു, പിന്നെ തന്നെ വായിച്ചോളും. അപ്പോൾ ഇവർക്ക് അന്ന് ഈ അക്കൗണ്ട്സിലായിരുന്നു ഓഫീസിലെ. അപ്പോൾ എന്നും ഇങ്ങനെ സബ്സ്റ്റേഷൻ ഉണ്ട് എല്ലാ സ്റ്റേറ്റിലും ഉണ്ട്. എന്ന് വെച്ചാൽ ഫിഷറീസ് അല്ലേ, എവിടെയൊക്കെ കടൽ തീരുണ്ട് അവിടെയൊക്കെ ഇവരുടെ ഓഫീസാണ്. അവിടെയൊക്കെ ഓഡിറ്റിങ്ങിനും അക്കൗണ്ട്സിനും ഒക്കെ ശരിയാക്കാൻ പോകുമ്പോൾ മിക്കവാറും ബോംബെ വഴിക്കും ഡൽഹി വഴിക്കൊക്കെ ഇനി പോകുന്നത്. ഗുജറാത്തിലൊക്കെ പോകണമെങ്കിൽ ബോംബെ ചെന്ന് അവിടെ നിന്ന് ഫ്ലൈറ്റിന് വേണം പോകാനായിട്ട്, തിരിച്ചവിടെ വരും. അപ്പം ബോംബെ നിന്നൊക്കെ ഇഷ്ടംപോലെ ബുക്സുകൾ, നല്ല ബുക്സുകൾ കിട്ടുമ്പോൾ സെക്കൻഡ് ഹാൻഡ് ബുക്സുകൾ ധാരാളം കിട്ടും. അതൊക്കെ റോബിൻസൺ ക്രൂസോ എന്നൊക്കെ പറഞ്ഞ വലിയ നോവലുകളൊക്കെ അവിടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. അതൊക്കെ വലിയ നോവലുകൾ ഞാൻ വായിച്ചു കൊടുത്തത്. മോബി ഡിക്കൊക്കെ അന്ന് അങ്ങനെ വായിച്ചു കൊടുത്തതാണ്. അപ്പോൾ വാങ്ങിച്ചുകൊണ്ട് ഒരു ഡ്രസ്സുകളും ഉണ്ട് ഇഷ്ടംപോലെ, വെറൈറ്റി പല ഡ്രസ്സുകൾ. അങ്ങനെ മോൻ്റെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഭംഗിയായിട്ട് അന്ന് നടത്താൻ പറ്റി. പുസ്തകങ്ങളൊക്കെ കൊണ്ടുവന്ന് വായിച്ചു കൊടുക്കും, എല്ലാം ചെയ്യും. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഇപ്പോൾ മകൻ കേൾക്കാതെ ഞങ്ങൾക്ക് പറയണമെങ്കിൽ ഞങ്ങളത് ഇംഗ്ലീഷ് ഉപയോഗിക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോൾ എപ്പോഴും ഇംഗ്ലീഷ്, മിക്കവാറും ഇവർ ഇംഗ്ലീഷേ പറയുള്ളൂ. എന്ന് വെച്ചാൽ ഓഫീസിൽ ആ സ്റ്റൈലിൽ എന്നോട് പറയും. അപ്പം മകനിങ്ങനെ ശ്രദ്ധിക്കാൻ തുടങ്ങി. അപ്പോൾ ഒരു ദിവസം മനസ്സിൽ നിങ്ങൾ എന്ത് ഭാഷയാണ് സംസാരിക്കണമെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞ് ഇംഗ്ലീഷാണെന്ന് പറഞ്ഞു. അതെന്നെ പഠിപ്പിച്ചു തരണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നാൽ കുറച്ചും കൂടി കഴിയണം, ഇപ്പം ഇംഗ്ലീഷ് പഠിക്കാനൊന്നും പ്രായമായിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു അതല്ല, നിങ്ങൾ പറയണതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലാവണില്ല, അതുകൊണ്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞങ്ങൾ പറഞ്ഞു കഴിയുമ്പോൾ ഓടി വന്നിരിക്കും എന്താ പറയുക. അപ്പം ഞങ്ങൾ തിരുത്തി വേറെ എന്തെങ്കിലും പറയും. ആ കറക്റ്റ് ഇത് പറഞ്ഞു കഴിയുമ്പോൾ ഇതാണ് നിങ്ങൾ പറഞ്ഞതെന്ന് പറയും. അതെങ്ങനെ മനസ്സിലാക്കണമെന്ന് അറിയില്ല. അങ്ങനെ ശല്യം മൂത്തേജ്. അപ്പോൾ എൻ്റെ അടുത്ത് ഒരു കാര്യം ചെയ്യണം, നമുക്ക് ഇംഗ്ലീഷ് പഠിപ്പിക്കാമെന്ന് പറഞ്ഞു. എൻ്റെ അമ്മ ഒരു ദിവസം വന്നപ്പോൾ അമ്മയുടെ അടുത്ത് പറഞ്ഞു, എനിക്ക് അമ്മയോടൊരു കാര്യം പറയാനുണ്ട്. എൻ്റെ പപ്പയും മമ്മിയും എപ്പോഴും ഇംഗ്ലീഷ് സംസാരിക്കും, എനിക്കത് മനസ്സിലാവില്ല. ഒന്നല്ലെങ്കിൽ അവരോട് മലയാളത്തിൽ സംസാരിക്കാൻ പറ, അല്ലെങ്കിൽ എന്നെ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ പറയുമെന്ന് പറഞ്ഞു. അപ്പോൾ വേഗം അമ്മ എൻ്റെ അടുത്ത്, അവൻ പറഞ്ഞ കണ്ടീഷൻ ശരിയാണ്, ഒന്നല്ലേ അവനെ ഇംഗ്ലീഷ് പഠിപ്പിക്കും, അല്ലെങ്കിൽ നിങ്ങൾ മലയാളത്തിൽ. അങ്ങനെയാണ് എന്നാൽ ഇംഗ്ലീഷ് പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞ് ഇംഗ്ലീഷ് ABCD ഒക്കെ പഠിപ്പിച്ചു തുടങ്ങി. അവസാനം 4 വയസ്സായപ്പോൾ എൻ്റെ മോന് ഇംഗ്ലീഷ് സംസാരിക്കാനും തുടങ്ങി, വായിക്കാനും തുടങ്ങി, ഡിക്ഷണറി നോക്കാൻ പഠിപ്പിച്ച്. അപ്പം ഇങ്ങനെ ഓരോ ഇതിപ്പോൾ കഥകളൊക്കെ വായിക്കും, ഒരു വാക്ക് അർത്ഥമില്ലെങ്കിൽ അപ്പം ഡിക്ഷണറി എടുക്കും. അപ്പം മമ്മി ഇന്ന അപ്പം ഞാൻ പറയും നീ ആ പേജ് എടുക്കാൻ പറയും. അടുക്കളയിൽ എന്തെങ്കിലും മീൻ വിട്ടൊക്കെ ചെയ്യണം, അതിനിങ്ങനെ പേജ് എടുത്ത് അക്ഷരങ്ങൾ വെച്ചിട്ട് പറയും. അപ്പം അതിൻ്റെ അടുത്ത് മലയാളം ഇതുണ്ടാവുമല്ലോ, അപ്പം അത് കേൾക്കുക. അതെല്ലാം ഇംഗ്ലീഷാണ് അർത്ഥമെങ്കിൽ അതിൻ്റെ സ്പെല്ലിങ് എന്നോട് പറയും, മമ്മി ഇതാണ് ഇതിൽ എഴുതിയേക്കണം. അപ്പം ഞാൻ അതിൻ്റെ മലയാളം പറഞ്ഞു കൊടുക്കുക. അതിൻ്റെ ഡിക്ഷണറി വരെ മോൻ 4 വയസ്സായപ്പോൾ നോക്കാൻ പറ്റും. ഇംഗ്ലീഷ് വായിക്കുകയും ചെയ്യും, സംസാരിക്കുകയും ചെയ്യും. അപ്പം അങ്ങനെ ഞങ്ങളുടെ ആ ബുദ്ധിമുട്ട് വരും. അപ്പം എല്ലാം മോൻ്റെ നിർബന്ധത്തിനും വഴങ്ങി ചെയ്തതാണ്. അല്ലാതെ നമുക്ക് ഈ 2 വയസ്സുകാരന് മലയാളം വായിക്കണമെന്നും 4 വയസ്സുകാരന് ഇംഗ്ലീഷ് സംസാരിക്കണമെന്നൊന്നും യാതൊരു താല്പര്യം ഉണ്ടായില്ല. അങ്ങനത്തെ ഒരു ക്രെഡിറ്റിനും വേണ്ടിയല്ല ചെയ്തത്. പിന്നെ ബുദ്ധി ഉണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലായി. അപ്പൊ ഒരുപാട് കുട്ടികളുടെ, അതായത് പ്രൊഡീജീസ് ആയിട്ടുള്ള ആളുകളുടെ നോക്കുമ്പോൾ വളരെ ചെറിയ പ്രായം തൊട്ട് ഇങ്ങനെ ഒരുപാട് അത്ഭുത. സാധാരണ നമ്മുടെ ഒരു മനോഭാവം വെച്ച് നോക്കുമ്പോൾ നമുക്ക് അവിശ്വസനീയമായിട്ട് തോന്നും. പക്ഷേ
ശ്രീ ശ്രീ രവിശങ്കർ അദ്ദേഹം അതെ, 4 വയസ്സിൽ പിന്നെ ഭഗവത്ഗീത കാണാതെ നല്ല പറയുക. ഗുരുവാണ് അതെ അതെ ശരി ശരി. ഇവിടെ എറണാകുളത്ത് ഞങ്ങളാണ് കൊണ്ടുവന്ന ആദ്യത്തെ സ്റ്റുഡൻസ് ആണ് ഞങ്ങള്. ഞാൻ 7ാമത്തെ സ്റ്റുഡന്റ്, എന്റെ ഹസ്ബൻഡ് ഒരേ ബാച്ചാണ്. ജയഗുരുദേവ് 12 ഇവര് ബാംഗ്ലൂരൊക്കെ പോയിട്ടുണ്ട് 2-3 പ്രാവശ്യം. എനിക്ക് അന്ന് പോകാനൊന്നും പറ്റിയില്ല. എനിക്കൊരു തത്ത അങ്ങനെ കുറെ പെറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു മോന്റെ ചെറിയതുള്ള ചില ചിത്രങ്ങൾ കാണുമ്പോ ഗുരുദേവന്റെ ചെറിയ അല്ലേ ബാല്യകാലത്തില് അതുണ്ട് ആ ഒരു നമ്മളെ ശരിക്കും അറിയാം. ആദ്യമൊക്കെ വരുമ്പോ ഇവിടെ ഗുരുജിക്ക് ഇത്രയും വലിയ സ്വീകരണമൊന്നും കൊടുക്കൂല. സാർ പഠിപ്പിക്കുന്ന സാറിന്റെ വീട്ടിലൊരു റൂം കൊടുക്കും, 2 ദിവസമൊക്കെ താമസിക്കും. അപ്പൊ ഞങ്ങൾ ചെല്ലും, നമ്മുടെ കാര്യങ്ങളൊക്കെ കയറി അത്തൂരിന്ന് സംസാരിക്കും, ഒന്നിച്ച് ഭക്ഷണം കഴിക്കും, അങ്ങനെയൊക്കെയാണ്. ഇപ്പൊ നമുക്കൊക്കെ കയ്യെത്തൂലട്ടാ, ഗുരുജി അത്രയും ലെവലിലായി. നമ്മൾ ഇപ്പൊ അതിലേക്ക് ആക്ടിവിറ്റീസ് ഒന്നും ഇല്ല, എക്സസൈസ് പോലും ഇപ്പൊ അതൊന്നും ചെയ്യണില്ല. അതിനൊക്കെ ഒന്നും സമയം കിട്ടാതെ അതിൽ നിന്നൊക്കെ അങ്ങനെ വിട്ട് നിൽക്കണേണ്. അപ്പൊ അങ്ങനെ മോന്റെ വരെയൊക്കെ അങ്ങനെ കണ്ടുപിടിച്ച. പിന്നെ ചില കാര്യങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഞങ്ങളിങ്ങനെ അകത്ത് വർത്താനം പറയാം, പുറത്ത് മുമ്പിൽ ഭയങ്കരമായിട്ട് ചിരിക്കുകയൊക്കെ ചെയ്യണതാണ്. എന്തെങ്കിലും തമാശ, ഇഷ്ടം പോലെ ടോയ്സ് ഭയങ്കരമായിട്ട് വാങ്ങിച്ചു കൊടുക്കും, ഭയങ്കര ഇഷ്ടമാണ്. എന്ത് കിട്ടിയാൽ കാറാണെങ്കിൽ ഒരു 4-5 എണ്ണം വേണം, ട്രെയിനാണെങ്കിൽ പ്ലെയിൻ ആണെങ്കിൽ. അപ്പൊ എന്താ വെച്ചാൽ പിള്ളേരെ വിളിച്ച് നിർത്തിയിട്ട് മുറിയുടെ 4 മൂലക്ക് എല്ലാവർക്കും ഇവനെന്താ കളിക്കാന്ന് വെച്ചാൽ അത് ഓരോരുത്തേക്കും കൊടുക്കും. കാറാണ് അത്, അവിടെ നിന്ന് ഇങ്ങനെ ഇത് ഓടിക്കലും കാർ ആക്സിഡന്റും ഒക്കെ ഉണ്ടാക്കി കളിക്കും. അതിനൊക്കെ ഒന്നും പേടിയും. അപ്പൊ ഇങ്ങനെ ഒറ്റക്ക് ഇരുന്ന് ചിരിക്കാനാണ്. ഒരു ദിവസം ഞങ്ങൾ വന്ന് ശ്രദ്ധിച്ചപ്പോൾ എന്താ വെച്ചാൽ മുറിയുടെ സെന്ററിലാണ് സീലിംഗ് ഫാൻ ഉള്ളത്. ഒരു മൂലക്ക് പോയി ഇരിക്കണാണ്, കയ്യിൽ കുറച്ച് പേപ്പറുകളുണ്ട്. ഈ പേപ്പർ കഷ്ണം ഇങ്ങനെ ഒരെണ്ണം കീറി വെച്ച് ഇങ്ങനെ ഏതോ ഒരു ഇതിലിങ്ങനെ വെക്കുമ്പോൾ ഇത് നാടെ പറന്ന് സർക്കുലേറ്റ് ചെയ്ത് ഇങ്ങനെ വരും. അത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പൊ എന്ത് ചെയ്ത് നാളെ എൻ്റെ 2 or 3 പോയിന്റ് ഞങ്ങൾ നോക്കി വെച്ച്. എന്നിട്ട് ഇവനില്ലാത്തൊരു സമയത്ത് ഞങ്ങൾ വന്ന് ഫാനിട്ട് ഒന്നിലിട്ടാ കറങ്ങും. ആ പോയിന്റിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇതിങ്ങനെ കറങ്ങാൻ തുടങ്ങി. അപ്പൊ അതൊക്കെ തന്നെ ഉള്ള ഒരു കണ്ടുപിടുത്തങ്ങളാണ്. അവന്റെ ചെറിയ മനസ്സിൽ കണ്ടുപിടിച്ചാണ്. അപ്പൊ അതിൽ നിന്നൊക്കെ നമുക്കൊരു ബുദ്ധി ഉണ്ടെന്ന് മനസ്സിലായി. ചെറിയ പ്രായത്തിൽ കുട്ടികൾ കാണിക്കുന്ന പല പ്രാങ്ക്സ് ഒന്നും മനസ്സിലാവില്ല. പക്ഷെ ആ സമയത്ത് അദൃശ്യമായ മറ്റു പല എൻറ്റിറ്റീസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ് നമുക്ക് പറയാൻ പറ്റുന്നത്, മനസ്സിലാവുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഒരു സാധാരണ കുട്ടി എന്ന് വെച്ചാൽ ആ സാധാരണ കുട്ടിയുടെ സകല ലക്ഷണങ്ങളും ഉള്ള സമയം ഉണ്ടായിരുന്നു. അതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാത്രി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് കിടക്കാനകത്ത് പല്ല് ബ്രഷ് ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യൂല, മടിയാണ്, കിടന്നുറങ്ങും. അപ്പം ഞങ്ങൾ അന്ന് സിഗ്നൽ പേസ്റ്റൊക്കെ ഇതിന് വേണ്ടിയിട്ട് ഞങ്ങൾ എന്തെല്ലാം പുതിയ പേസ്റ്റ് ഇറങ്ങണം അതൊക്കെ വാങ്ങിക്കും. സിഗ്നൽ പേസ്റ്റൊക്കെ ലൈനൊക്കെ കാണും, നല്ല ഭംഗിയാണ്. അപ്പോൾ കൊടുക്കും, തേക്കും. അപ്പോൾ ഈ തേക്കാതെ കിടക്കണ ദിവസം അപ്പോൾ അവരിങ്ങനെ ഒരു പോസ്റ്റർ, ഒരു പയ്യന് ഇങ്ങനെ പല്ലുവേദന കൊണ്ട് കരയണ പോസ്റ്ററൊക്കെ ആയിരുന്നു. അതെല്ലാം കൊണ്ടുവന്ന് നമ്മുടെ മുറിയിൽ ഇങ്ങനെ അത് ഒട്ടിച്ച് വെച്ചിരുന്നു. എന്നിട്ട് രാവിലെ ഇങ്ങനെ എഴുന്നേറ്റ് കഴിയുമ്പോഴത്തേക്ക് ഞാനിങ്ങനെ പറയൂ, ഇന്നലെ ആ കൊച്ചൻ ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഏത് വെച്ചാൽ ഞാൻ ആ നമ്മുടെ മുറിയിൽ ഒട്ടിച്ച് വെച്ചില്ലേ, അതെന്ത് പറ്റി? ഞാൻ അവന് പല്ലുവേദന, ഭയങ്കര പല്ലുവേദന, അവൻ രാത്രിയൊക്കെ പല്ല് തേക്കാതെ കിടന്നുറങ്ങി. എന്നാൽ ഇത്രയും ബുദ്ധികളെ മോനറിയാം, അതൊരു ചിത്രമാണ്, അത് ഒരു ജീവനുള്ളതല്ലാന്നറിയാം. പക്ഷേ എനിക്ക് തോന്നുന്നത് ഞങ്ങളെ വിശ്വസിപ്പിക്കാൻ വേണ്ടി എന്താ ഉടനെ വേഗം എഴുന്നേറ്റ് മമ്മി എന്നെ പല്ല് തേച്ചാന്ന് പറയും. വേഗം പല്ല് തേക്കും, പല്ല് തേച്ചിട്ട്. അപ്പം ഞാൻ ഓർക്കും അത്രയും ഒരു ഫൂളിഷായിട്ടുള്ള ഇത് പറഞ്ഞാൽ പോലും അതും വിശ്വസിച്ചിരുന്നു. അപ്പൊ എന്തായിരുന്നു അങ്ങനെ മനസ്സിലാക്കിയിരുന്നത്. അപ്പൊ അങ്ങനെ ആ പല്ല് തേക്കും, തേക്കാതെ കിടന്നുറങ്ങൂല, അങ്ങനെയൊക്കെ. പിന്നെ എന്താ വെച്ചാൽ എന്ത് കാര്യം ആദ്യം ക്ലീൻറ്റിന് ചെയ്യണം, അതൊരു നിർബന്ധമായിരുന്നു. രാവിലെ എഴുന്നേറ്റ് ഫസ്റ്റ് ക്ലീൻറ്റ് പല്ല് തേച്ചിട്ട് ഞങ്ങൾ തേക്കാൻ പാടില്ല. അപ്പൊ എന്താ വെച്ചാൽ ഇവനെ എഴുന്നേറ്റ് പല്ല് തേച്ച് കഴിഞ്ഞ് വന്നിരുന്നാൽ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കൊടുക്കണം. അപ്പൊ അതിന് ഞാൻ എത്രയോ സമയം മുമ്പ് എഴുന്നേക്കണം. അപ്പൊ ഞാൻ 4 മണിക്കൊക്കെ എഴുന്നേറ്റ് വാതിൽ ചാരിയിട്ട് പതുക്കെ വന്ന് ആദ്യമേ പല്ല് തേച്ച് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ പോയി കിടക്കും, ഇവൻ്റെ കൂടെ തന്നെ ഇവിടെ കിടക്കും. കിടക്കുമ്പോൾ പതിപോലെ ചോദിച്ചു മമ്മി നേരം വിളിച്ച് എഴുന്നേക്കുന്നത്, ഇവൻ വരുന്നത് വാഷ് ബേസിൻ്റെ ഉള്ളത് പല്ല് തേച്ച് കഴിഞ്ഞിട്ട് ഭക്ഷണം. അപ്പം എന്താ ചെയ്യണമെന്ന് വെച്ചാൽ പേസ്റ്റ് രാത്രി എല്ലാവരും പല്ല് തേച്ച് കഴിഞ്ഞ് മോൻ വാങ്ങിച്ചിട്ട് അവനാണ് ഇത് അടച്ചു വെക്കണം. അവന് അതിനൊരു അടയാളം വെച്ചേക്കും, അത് നമുക്കറിയില്ല. അപ്പം ഞാനിത് തേച്ച് കഴിയുമ്പോൾ ഇവരെടുക്കുമ്പോൾ തന്നെ ആ അടയാളം നോക്കും. മമ്മി പല്ല് തേച്ചാ? അപ്പം ഞാൻ ഇല്ല തേച്ചിട്ടുണ്ടെന്ന് പറയും. ഇല്ല എന്ന് പറയും. ഞാൻ വേഗം ബ്രഷ് എടുത്ത് കുറച്ചും കൂടി പേസ്റ്റ് വാങ്ങിച്ചു, മമ്മി തേച്ചിട്ടുണ്ട് എന്ന് പറയും. ഇങ്ങനെ അറിഞ്ഞൊന്നും ഇല്ല എന്നൊക്കെ പറയും. പിന്നെ ഒന്നും പറയില്ല. പക്ഷേ അവസാനം ഞാനൊരു ദിവസം ഞാൻ നോക്കിയപ്പോൾ എന്ന് വെച്ചാൽ
ട്യൂബ് നമ്മളെ അതിന്റെ പുറത്തൊരു പടം ഉണ്ടാവില്ലേ, പേസ്റ്റിന്റെ ട്യൂബില്ല, അതിനനുസരിച്ചാണ് ഇത് വെക്കണത്. നമ്മുടെ ട്യൂബ് ഈ ട്യൂബ് അകത്തേക്ക് വെക്കും. പക്ഷെ നമ്മളങ്ങനെയല്ല, ഇവിടെ തിരിച്ചു വെക്കും. അപ്പൊ കണ്ടാൽ മനസ്സിലാവും. പിന്നെ അത് മനസ്സിലാക്കിയതിന് ശേഷം ഞാൻ അങ്ങനെ ചെയ്ത ഒരിക്കലും പിന്നെ എന്നെ പിടിച്ചിട്ടില്ല. അപ്പൊ അങ്ങനെ അന്ന് വളരെ ശ്രദ്ധിച്ചിട്ടൊക്കെ കാര്യങ്ങൾ ചെയ്യുമായിരുന്നു. അപ്പൊ അതൊക്കെ നല്ലത്. പിന്നെ എന്നും ചെരുപ്പൊക്കെ ചെറുതിലെ തുടങ്ങി ചെരുപ്പ് വാങ്ങിക്കാൻ പോകുമ്പോൾ ഒരു പേപ്പറിൽ ആദ്യം വരക്കും, ഇതേപോലത്തെ ചെരുപ്പ് വാങ്ങിക്കണം എന്ന് പറയും. ചിലപ്പോൾ 2 വഴിയായിരിക്കാം, എവിടെയെങ്കിലും പരസ്യം പേപ്പറിൽ കണ്ടിട്ടുണ്ടാവും. അതുകൊണ്ട് ഈ കടയിൽ കൊണ്ടുപോയി അതേപോലെ നോക്കി ആ ഡിസൈൻ തന്നെ വാങ്ങിച്ചു കൊടുക്കും.